അടിപൊളി പടം. ഓരോരോ സീനിൽ ഓരോരോ ബിൽഡപ്പാണ്. ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്. വളരെ ക്യൂറിയസ് ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ത്രില്ലർ പടം. അയ്യോ, ആളിക്കത്തും, അത് പറയണ്ട. ആളിക്കത്തുന്ന രംഗങ്ങളാണ്. സോ ഡെഫിനറ്റ്ലി മസ്റ്റ് വാച്ച് ആണ്. മൂവിയാണ്. നല്ല തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു നല്ല സിനിമയാണ്. ജയറാമേട്ടനും എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. അനശ്വര സൂപ്പർ, നല്ല രസമാണ്. നന്നായിട്ട് അടിപൊളിയായിട്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു ഫിലിമാണ്. അടിപൊളി. ഞെട്ടിച്ചു. ഇതിൻ്റെ ചെറിയൊരു ഭാഗമാകാനുള്ളൊരു ഭാഗ്യം കിട്ടി. എല്ലാവരും ഈ ഒരു ഓളുണ്ടല്ലോ, ഇതിനി വരും ദിവസങ്ങളിലേക്ക് വളരട്ടെ. വൻ പ്രതീക്ഷ വളർത്തിയ പടമാണ്. അതായത് ജയറാം സാറിൻ്റെ ഒരു ശക്തമായ തിരിച്ചുവരവായിരിക്കും ഈ പടം എന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷ എന്തായാലും നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. ജയറാം സാറിൻ്റെ മലയാള സിനിമയിലേക്ക് ഈ അടുത്ത കാലത്ത് വന്ന ശക്തമായ തിരിച്ചുവരവാണ്. ആ കഥാപാത്രത്തിന് അങ്ങേയറ്റം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റോറി ബേസ്ഡ് പറയുകയാണെങ്കിൽ ഒരു മെഡിക്കൽ ക്രൈം ത്രില്ലറാണ്. അപ്പോൾ ഇതിന് പറയുമ്പോൾ എനിക്ക് പഴയ വന്ദനത്തിൻ്റെ കുറച്ച് ഓർമ്മ വന്നു. വന്ദനം എന്ന സിനിമ ഉണ്ട്, ആ പടത്തിൻ്റെ കുറച്ച് ഓർമ്മ വന്നിട്ടുണ്ട്. പക്ഷേ ആ പടത്തിൽ കുറച്ച് വ്യത്യസ്തതയുണ്ട്. പിന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ്, BGM, ഡയറക്ഷൻ എല്ലാം നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയില്ല, ഒരു സസ്പെൻസ് ഇതിനകത്തുണ്ട്, അത് ഞാൻ പറയുന്നില്ല. എല്ലാവരും കാണട്ടെ, ആ സസ്പെൻസ് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് പടം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്, നല്ല പടമാണ്. അടിപൊളി ക്രൈം മെഡിക്കൽ ക്രൈം ത്രില്ലറാണ്. മിഥുൻ മനോഹൻ നല്ലപോലെ സ്റ്റഡി ചെയ്തിട്ടാണ് പടം എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് വരെ അടിപൊളിയായിട്ട് നല്ലൊരു ക്രൈം ത്രില്ലർ കണ്ടത്. അതായത് പിന്നെ അർജുൻ അശോകൻ നല്ല റോളായിരുന്നു. അർജുൻ അശോകൻ്റെ അവസാനത്തെ ഭാവങ്ങളൊക്കെ നല്ല പുള്ളി കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അർജുൻ അശോകൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സൈജുക്കുറുപ്പ്, മമ്മു, പിന്നെ അറിയാലോ സൂപ്പർ സ്റ്റാർ ഒന്ന് ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ് തൂക്കി പടം. അടിപൊളി. അതായത് ക്ലൈമാക്സ് ഒരു അടുത്ത ഭാഗത്തിനുള്ള ഒരു എൻട്രി ആയിട്ട് തന്നെ പുള്ളി തീർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പടം. അതിൻ്റെ അവസാനം വരെ നല്ലൊരു ക്രൈം കണ്ട അവസ്ഥ. 5-ാം പതിനേക്കാളും ഇച്ചിരി കൂടി ഒരുപടി മുന്നിൽ കേട്ടോ. നല്ല പടം. ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. ജയറാം സെക്കൻഡ് ഹാഫിൽ നമുക്ക് ത്രൂ ഔട്ട് ഉണ്ട്. ഞാൻ വിചാരിച്ച ക്യാമ്പിംഗ് റോളായിരിക്കും വിചാരിച്ചാൽ. സ്ക്രിപ്റ്റ് ഉഗ്രനാണ്. സ്ക്രിപ്റ്റ് ഡയറക്ഷൻ മിഥുൻ്റെ ഉഗ്രൻ സ്ക്രിപ്റ്റാണ്. നല്ല ബോഡി ലാംഗ്വേജ്. ജയറാം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ജയറാമിൻ്റെ തിരിച്ചുവരവാണ്. പിന്നെ മമ്മൂക്ക ക്യാമ്പിംഗ് റോളൊന്നുമില്ല, ത്രൂ ഔട്ട് നേരിട്ട് മുടിക്കും. ഇത് മൾട്ടി സ്റ്റാർ ഫിലിമല്ലേ. ഇത് ജയറാമേട്ടനുണ്ട്, മമ്മൂക്ക ക്യാമ്പിംഗ് റോളൊന്നുമല്ല, വില്ലനാണ് പറയുന്നില്ല. ഉഗ്ര മൂവിയാണ്, ഭയങ്കര ഹിറ്റായി. ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്, മെഡിക്കൽ. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ കാണുക, ഭയങ്കര ഹിറ്റായി.